നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂര്യവുഡ് ആനപ്പെരുമയിലേക്ക് സുസ്വാഗതം. ആനപ്രേമം മനസ്സിൽ കരിവീരിനോളം തന്നെ അല്ലെങ്കിൽ കടല് പോലെ തന്നെ സൂക്ഷിക്കുന്ന നിരവധി പേരുണ്ട്. ആനപ്രേമം തലയ്ക്ക് പിടിച്ച് നടക്കുന്നവരുടെ ഒരു ആഗ്രഹമാണ് സ്വന്തമായി ഒരു ആനയെ വാങ്ങുക എന്നുള്ളത്. അങ്ങനെ ആനപ്രേമം കലശലായ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ആനയെ വാങ്ങിയ ഒരു കഥയാണ് ഇന്നത്തെ ആനപ്പെരുമയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനുള്ളത്. കോട്ടയം ജില്ലയിലെ ഇളങ്കാവ് ഇത്തിത്താനത്താണ് 25 പേർ ചേർന്ന് സേവാസമിതി രൂപീകരിച്ച് ഒരു ആനയെ വാങ്ങിക്കുന്നത്. ഉത്തർപ്രദേശുകാരനായ ഒരു കുട്ടിക്കൊമ്പനെ. ഇത്തിത്താനം വിഷ്ണുനാരായണൻ എന്ന ഈ കരിവീര കേസരിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ആനപ്പെരുമയിൽ. വരുത്തന്മാരായ കുറെ കരിവീര കേസരികൾ അടക്കി വാഴുന്ന ആനക്കേരളത്തിൽ ഭാവിയുടെ വാഗ്ദാനമായി വളർന്നു വരുന്നവനാണ് വരുത്തന്മാരിലെ ഇളമുറ തമ്പുരാനായ ഇത്തിത്താനം വിഷ്ണുനാരായണനെന്ന ഈ ഉത്തർപ്രദേശുകാരൻ. ചെറുപ്രായത്തിൽ തന്നെ ഉയരക്കേമത്വവുമായി വളർന്നു വരുന്നവൻ. ജനനം ഉത്തർപ്രദേശിലാണെങ്കിലും കുട്ടിക്കാലം നന്നായി ആസ്വദിക്കാനോ കൂടപ്പിറപ്പുകൾക്കും വേണ്ടപ്പെട്ടവർക്കുമൊപ്പം അധികകാലം ചിലവഴിക്കാനോ കഴിയാതെ പോയ ഒരു നിർഭാഗ്യവാനാണ് ഈ കൊമ്പൻ. മിക്ക ആനപ്പിറപ്പുകളുടെയും അനുഭവവും ഇതുതന്നെയായിരിക്കുമല്ലോ. അങ്ങനെ കളിച്ചിരികളും കുസൃതികളും വിട്ടുമാറുന്നതിന് മുൻപേ തന്നെ പറിച്ചുനടിയിലിൻ്റെ വേദന നന്നായി അടുത്തറിഞ്ഞവനാണിവൻ. ഉത്തർപ്രദേശിൽ കഴിയുന്ന കുട്ടിക്കാലത്ത് തന്നെ നിരവധി കൈമാറ്റങ്ങൾക്ക് വിധേയനാകേണ്ടി വന്നു. 7ാം വയസ്സിലാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലേക്കുള്ള ഇവന്റെ വരവ്. അക്കാലത്ത് ദൊരൺ സിംഗ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഉത്തരേന്ത്യക്കാരന് കേരളത്തിലെ രീതികളോടും ഭാഷയോടും ചിട്ടവട്ടങ്ങളോടും ഇഴുകിച്ചേരുന്നതിനും മനസ്സിലാക്കുന്നതിനുമായി വർഷങ്ങൾ വേണ്ടിവന്നു എന്ന് തന്നെ പറയാം. ഹിന്ദി ഭാഷ മാത്രം കേട്ടു വളർന്ന ഇവന് ആദ്യമൊക്കെ മലയാള ഭാഷ കേട്ടാൽ ഒന്നും അറിയില്ലായിരുന്നു. പിന്നീട് പടിപടിയായി മലയാള ഭാഷ പഠിച്ചെടുക്കുകയായിരുന്നു. അക്കാലത്ത് കുറെ ശിക്ഷണങ്ങൾക്കും വിധേയനാകേണ്ടി വന്നിട്ടുണ്ട്. കോട്ടയം പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസാണ് ഇവനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് 5 വർഷം കൊല്ലം വിഷ്ണോത്ത് കാവിലെ വിഷ്ണുവായി ഈ കരിവീരൻ അറിയപ്പെട്ടു. അവിടെ വെച്ചാണ് കേരളത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയതും അതുമായി പൊരുത്തപ്പെട്ടു തുടങ്ങിയതും. അക്കാലത്താണ് കോട്ടയം ചങ്ങനാശ്ശേരി ഇത്തിത്താനത്തെ കുറെ ചെറുപ്പക്കാർ ആനപ്രേമം മൂത്ത് സ്വന്തമായി ഒരാനയെ വാങ്ങിക്കണമെന്ന ആഗ്രഹവുമായി നടക്കുന്നത്. അതിനൊരു കാരണവുമുണ്ട്. ഇത്തിത്താനം ആനപ്രേമത്തിന് പേരുകേട്ട നാടാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവിടെയുള്ള ഇളങ്കാവ് ദേവീക്ഷേത്രത്തിൽ നിരന്തരം നല്ല ആനകളെ കൊണ്ടുവന്ന് എഴുന്നള്ളിപ്പ് നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ആനച്ചൂരും ആനയെഴുന്നള്ളിപ്പും ആനയഴകും അങ്ങനെ ഈ നാട്ടുകാരിൽ കടലോളം തന്നെ വളർന്നു. വർഷങ്ങളായുള്ള ആ ആഗ്രഹ സാക്ഷാത്കാരം എന്ന നിലയ്ക്കാണ് ഇളങ്കാവ് ക്ഷേത്രത്തിലെ ഭാരവാഹികളായ നാട്ടുകാർ ചേർന്ന് ഒരു സേവാസമിതിക്ക് രൂപം നൽകിയതും ആനയെ സ്വന്തമാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയതും. തുടർന്ന് സമിതിയുടെ നേതൃത്വത്തിൽ നല്ലൊരു ആനയ്ക്കായി തിരച്ചിലും തുടങ്ങി. അങ്ങനെ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ കുറെ കറക്കവും നടത്തിയ ശേഷമാണ് ഇവർ വിഷ്ണോത്ത് കാവിലെത്തുന്നത്. കുറുമ്പും കുസൃതിയും നിറഞ്ഞ സുമുഖനായ കുട്ടിക്കൊമ്പനെ കണ്ടതോടെ എല്ലാവർക്കും നന്നേ ബോധിക്കുകയും ചെയ്തു. ഇവനാണ് ഞങ്ങളുടെ കൊമ്പനെന്ന് വന്നവർ ഉറപ്പിക്കുകയും ചെയ്തു. തുടർന്ന് 20ഓളം പേരടങ്ങുന്ന സംഘം വിഷ്ണോത്ത് കാവിലെത്തി അഡ്വാൻസ് നൽകുകയും ചെയ്തു. ആ കൂട്ടത്തിലെത്തിയ നാട്ടുകാരായ ആനപ്പാപ്പാന്മാർക്കും ഇവനെ നന്നായി ഇഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല, നാളെയുടെ വാഗ്ദാനമായി ഇവൻ വളർന്നു വരുമെന്ന് അവർ മുൻകൂട്ടി കാണുകയും ചെയ്തിരുന്നു.
അത് ശരിവെക്കും വിധത്തിലായിരുന്നു ഇവന്റെ വളർച്ചയും. രണ്ടായിരത്തി അഞ്ചിലാണ് സമിതി ഇവനെ സ്വന്തമാക്കുന്നത്. വാങ്ങുമ്പോൾ 7.2 അടി ഉയരമുണ്ടായിരുന്നെങ്കിലും 11 വയസ്സു മാത്രമായിരുന്നു പ്രായം. അങ്ങനെ ഇളങ്കാവ് ഇത്തിത്താനം വിഷ്ണു നാരായണൻ എന്ന പേരിട്ട് ഇവനെ ഈ നാട്ടുകാർ സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ പോലെ വളർത്താനും തുടങ്ങി. മുൻ ദേവസ്വം പ്രസിഡന്റ് കൂടിയായ VM ശ്രീധരൻ നായർ പ്രസിഡന്റായും മുൻ ദേവസ്വം സെക്രട്ടറി PS ഉണ്ണികൃഷ്ണൻ സെക്രട്ടറിയായും സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. യൗവനയുക്തനാണ് ഇത്തിത്താനം വിഷ്ണുനാരായണൻ. ഇന്ന് ഉത്സവപ്പറമ്പുകൾ കീഴടക്കുന്നതിനായി ഇവൻ ജൈത്രയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഉത്തർപ്രദേശാണ് വിഷ്ണുനാരായണൻ്റെ സ്വദേശം. ഇന്ന് പ്രായത്തേക്കാൾ കവിഞ്ഞ വളർച്ച ഇവനിൽ പ്രകടമാണ്. ഇത്തിത്താനം വിഷ്ണുനാരായണൻ എന്ന ഈ ഉത്തർപ്രദേശ് സുന്ദരനെ കണ്ടാൽ മറ്റ് പല ആനകളുമായി സാമ്യം തോന്നുന്നില്ലേ? നമ്മുടെ തെച്ചിക്കോടനടക്കമുള്ള ആനകളുടെ അപരനെന്നും അവരുടെയൊക്കെ ചെറിയ രൂപസാദൃശ്യമുണ്ടെന്നുമൊക്കെ ആനപ്രേമികൾ ഇവനെ വിശേഷിപ്പിക്കാറുണ്ട്. കാണുമ്പോൾ ആള് ഡീസൻ്റ് ആണെന്ന് തോന്നുമെങ്കിലും അത്യാവശ്യം കയ്യിലിരിപ്പുള്ള ഒരു കൊമ്പനാണ് വിഷ്ണു. പാപ്പാന്മാരെയും ഉത്സവപ്പറമ്പുകളെയും നാട്ടുകാരെയുമൊക്കെ അത്യാവശ്യം വിറപ്പിച്ചിട്ടുള്ളവനാണിവൻ. അത് പ്രായത്തിൻ്റെതായ കുറുമ്പുകളാണ്. അല്പം വാശിക്കാരനാണെങ്കിലും ശരി, ചിട്ടവട്ടങ്ങളെല്ലാം വിഷ്ണുവിന് മനപ്പാടമാണ്. തുടർച്ചയായി ഒരു സ്ഥലത്ത് എഴുന്നള്ളിപ്പുണ്ടെങ്കിൽ പിന്നീട് അതെല്ലാം സ്വയം അറിഞ്ഞ് ചെയ്തുകൊള്ളും. നാട്ടുകാരോട് വിഷ്ണു വളരെ മാന്യനാണ്. ഇപ്പോൾ പഴയതുപോലുള്ള വഴക്കോ യാതൊരു അനുസരണക്കേടുകളോ കാണിക്കാതെ കഴിഞ്ഞു പോരുകയാണ് വിഷ്ണു നാരായണൻ. ഒരു വർഷമായി വൈക്കം സ്വദേശി സുമേഷാണ് ഇവന്റെ ഒന്നാം പാപ്പാൻ. വൈക്കം സ്വദേശി സുബിൻ രണ്ടാമനും അങ്കമാലി സ്വദേശി രാഹുൽ മൂന്നാമനുമാണ്. ഇവനെ കൊണ്ടു നടക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് ഇവർ പറയുന്നത്. പ്രായത്തിൻ്റെതായ കുറുമ്പുകളുള്ള ഒരു ആനയാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊണ്ടു നടക്കാൻ പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. കാരണം നമ്മൾ സ്നേഹിച്ചാൽ ഒരുപാട് തിരിച്ചു സ്നേഹിക്കുന്ന ആനയാണ്. പിന്നെ ചെറിയൊരു കുടുംബമൊക്കെ ഉണ്ടില്ലെന്ന് പറയാനില്ല, ഉണ്ട്. അതൊക്കെ മാറാവുന്ന കേസുകളിൽ ഒക്കെ മാറിക്കോളൂ. ഈ പ്രായത്തിൻ്റെ അല്ല, ആങ്കൊച്ചല്ലേ, ചെറിയൊക്കെ കാണിക്കും. നാട്ടുകാരോട് പ്രശ്നമുണ്ടോ? ജനങ്ങളോട്? ഇല്ല ഇല്ല, അങ്ങനെ നാട്ടുകാരോടൊന്നും പ്രശ്നമില്ലാത്തതാണ്. നാട്ടുകാരോടാണ് ചെറിയ പിണക്കുള്ളത്. ചെറിയ പിണക്കമുള്ളത്, അതൊക്കെ ഇപ്പം ഇത്തവണ മാറും നമുക്ക്. എങ്ങനെ ഇവൻ ഈ സീസണിൽ എത്ര എഴുന്നള്ളിപ്പൊക്കെ എടുത്തു? എങ്ങനെയാണ് ഇവൻ്റെ? ഇപ്പം 19 എഴുന്നള്ളിപ്പ് കഴിഞ്ഞ്, ഇനിയുണ്ട് പരിപാടി ഇഷ്ടം പോലെ. എല്ലാം സെലക്റ്റീവായ പരിപാടികളാണ് പോകുന്നത്. പറമ്പുകളിലെത്തിയ ഇവൻ്റെ ഈ ഒരു ചെറുപ്രായത്തിലുള്ള ഒരു ഉയരക്കേമത്വത്തിനുള്ള അർഹത അംഗീകാരം കിട്ടാറുണ്ടോ ഉത്സവ പറമ്പുകളിൽ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും നമുക്ക് നല്ലോണം സഹകരിക്കണം. ആനക്ക് നിലവും കാര്യങ്ങളെല്ലാം ഉള്ള കാരണം അടിപൊളിയാണ്. ചാവക്കാട് മണത്തല സ്വദേശി സിബിനാണ് ഇത്തിത്താനം വിഷ്ണു നാരായണന്റെ ഇപ്പോഴത്തെ ചുമതലക്കാരൻ. വിദേശത്താണ് ജോലിയെങ്കിലും ചെറുപ്പം മുതൽ ആനപ്രേമം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന സിബിൻ സീസൺ ആകുമ്പോൾ ആനയെയും പൂരവും കാണാൻ നാട്ടിലുണ്ടാകുമെന്ന് മാത്രമല്ല, മംഗലാംകുന്നിൽ ആനപ്പാപ്പാനായി വരെ ജോലി നോക്കിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോഴത്തെ നാണുയെഴുത്തച്ഛൻ ശങ്കരനാരായണൻ സിബിൻ്റെ അരുമയായി കയ്യിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റൊരു ആനപ്രേമിയും K-സ്റ്റാർ ബിൽഡേഴ്സിൻ്റെ ഉടമയുമായ കിഷോറാണ് വിഷ്ണു നാരായണന്റെ ഉത്സവ ചുമതലകൾ നിർവഹിച്ചു പോരുന്നത്. 7 വർഷമായി ആനപരിപാലന രംഗത്ത് സജീവ സാന്നിധ്യമായ കിഷോർ പഴയ മയ്യനാട് വിജയൻ, മുണ്ടയ്ക്കൽ കണ്ണൻ എന്നീ ആനകളെ സ്വന്തമാക്കിയിരുന്നുവെന്ന് മാത്രമല്ല, ഇപ്പോൾ K-സ്റ്റാർ അസോസിയേറ്റ്സ് എന്ന പേരിൽ ആനച്ചമയങ്ങളും ഉത്സവങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ട്.
അപ്പോൾ ഏകദേശം എത്ര വയസ്സ് പ്രായം കാണും ഇവന്? ഏകദേശം ഇതിൻ്റെ 25 വയസ്സിൻ്റെ താഴെ 24 വയസ്സ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ വയസ്സ്. ആന വളരെ ചെറുപ്പമാണ്. വളർച്ച എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ആന വളരണേങ്കിട്ടും നല്ലൊരു റേഞ്ചിലാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ആന. അതേപോലെ നിലവിൻ്റെ കാര്യം ഒരു കാരണവശാലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ 24 വയസ്സിൻ്റെ ഉള്ളിൽ ഇത്രയും ഒരു റേഞ്ചുള്ള ആനകൾ വളരെ അപൂർവമാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ. അതുകൊണ്ട് തന്നെ ഉത്സവങ്ങൾ എങ്ങനെയാണ്? എത്ര ഉത്സവങ്ങൾ ഒരു സീസണിൽ എടുക്കുവാൻ? സീസൺ ഉത്സവങ്ങൾ കൂടുതൽ എന്നുള്ളതല്ല, എടുക്കണ ഉത്സവങ്ങൾ നല്ല രീതിയിൽ പോകുക എന്നുള്ളതാണ് നമ്മുടെ കാര്യങ്ങൾ. നല്ല രീതിയിൽ ആനകളെ നിർത്തുക, അതാണ് ഒരു ആനയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. കുറേ ഉത്സവങ്ങൾ എടുത്ത് പോണതല്ല അതിൻ്റെ കാര്യം. നല്ല ഉത്സവങ്ങൾ അതിൽ എഴുന്നള്ളിപ്പാന എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം 24 വയസ്സായിട്ടുള്ളൂ. ഒത്തിരി ഇനിയും വളരാനുണ്ട്, ഇനിയും വളരും ആന. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നല്ല വലിയ ആനകൾ രാമേന്ദ്രന്, അതേപോലെ മംഗലാംകുന്ന് അയ്യപ്പൻ, അങ്ങനെയുള്ള ആനകൾക്ക് കൂട്ടായിട്ട് വിടുമ്പോൾ ആ ഒരു റേഞ്ച് വലത്തെ കൂട്ടായാലും ഇടത്തെ കൂട്ടായാലും നല്ല ആനകളുടെ ഒപ്പം നിന്ന് എഴുന്നള്ളിക്കാനുള്ള ഒരു പക്വതയും ഇതും ആയി വന്നിട്ടുണ്ട് ആനയ്ക്ക്. പ്രധാനമായി ഏതൊക്കെ ഉത്സവങ്ങളിലാണ് ഇപ്പോൾ ഇന്ന് ഇവൻ്റെ ഒരു സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത്? ഇവിടുത്തെ കുന്നംകുളം മേഖലയിൽ ഒരുവിധം നല്ല ഉത്സവങ്ങളിലൊക്കെ ആന പങ്കെടുത്തിട്ടുണ്ട്. സാധാരണ കഴിഞ്ഞ വർഷത്തേക്കാളും അതിന് മുമ്പത്തെ വർഷത്തേക്കാളും കൂടുതൽ ഇക്കൊല്ലം ഒരുവിധം നല്ല ഉത്സവങ്ങളിലൊക്കെ ആന പങ്കെടുത്തിട്ടുണ്ട്. അത് നല്ല കൂട്ടായിട്ടും അല്ലെങ്കിൽ കോലമുള്ള ആനയായിട്ട് തിടമ്പാനയായിട്ടൊക്കെയാണ് കൊല്ലം പൂരെടുത്തത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ആന കൂടുതലായിട്ട് അറിഞ്ഞു വരുന്നത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് ഈ ആന ഇളങ്കാവ് വിഷ്ണുനാരായണം എന്ന് പറഞ്ഞ ആന കൂടുതലായി ഫേമസ് ആയി വരുന്നത് നമ്മുടെ ഇപ്പോഴാണ്. 2 വർഷം കോട്ടയത്ത് അതുപോലെ തന്നെ കൊല്ലം ജില്ലകളിലൊക്കെ സജീവമായിരുന്നു. സജീവമായിരുന്നെങ്കിൽ കൂടി നമ്മുടെ അവിടുത്തെ ഉത്സവങ്ങളുടെ പോലെയല്ല അവിടുത്തെ ഉത്സവങ്ങൾ. അവിടെ ഒരു ആന എന്നുള്ളൊരു പരിഗണന മാത്രമേ എല്ലാവരും കൊടുത്തു വരുന്നുള്ളൂ. ഇന്നത്തെ തൃശ്ശൂർ ജില്ലയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ആനകൾ, എണ്ണം പറഞ്ഞ ആനകളാണ് അവർക്ക് വേണ്ടത്. നല്ല ഉയരപ്പെരുമയുള്ളതും പേരുള്ള ആനകളെ പോലെയാണ് നമുക്ക് വേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ ആനകൾ, വിരലിലെണ്ണാവുന്ന ആനകൾ മാത്രമേ നമുക്ക് ഉള്ളൂ. പക്ഷേ ആ ഒരു റേഞ്ചിലേക്ക് ഇന്ന് എത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ചെറുപ്രായമാണ് ഇപ്പോൾ ഇവൻ്റെ ഒരു വളർച്ച, അതുപോലെ ഇവൻ ഏത് ലെവലിൽ എത്തുമെന്നാണ് നിങ്ങൾ ആനപ്രേമികളും അതുപോലെ ഇവൻ്റെ ഒരു അഭ്യുദയകാംക്ഷികൾ എന്ന നിലയിൽ ഒരു ആഗ്രഹിക്കുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും കേരളത്തിൽ അറിയപ്പെടാവുന്ന ഒരു 4-5 ആനകളിൽ ഒരു 5-6 വർഷം കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് വരാവുന്ന ഒരു ആനയാണ്. ഇത്തിത്താനം വിഷ്ണു നാരായണന്റെ കഥയും ജീവചരിത്രവുമെല്ലാം പറഞ്ഞെങ്കിലും ഇവന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അത് കേൾക്കാം. 24-ാം വയസ്സിന്റെ നിറവിൽ കഴിയുന്ന ഇവന് 290 സെന്റിമീറ്റർ ഉയരമുണ്ട്. ഇത് 2007-ലെ അളവാണ്. ഇപ്പോൾ അളന്നു കഴിഞ്ഞാൽ ഉയരം കൂടുതലുണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. നടയമരത്തിന്റെ ഉയർച്ചയാണ് ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നല്ല നിലവും, 18 നഖങ്ങൾ, തരക്കേടില്ലാത്ത തുമ്പി, വീണെടുത്ത് അകന്ന കൊമ്പുകൾ, നല്ല ഉടൽ നീളം, കണങ്കാൽ ഇറക്കമുള്ള വാൽ, നല്ല ചെവികൾ, മസ്തക ഉയർച്ച തുടങ്ങി ഇവന്റെ സൗന്ദര്യം ആനപ്രേമികളുടെ മനം കവരുന്നതാണ്. ഇത്തിത്താനം വിഷ്ണു നാരായണന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഭക്ഷണം കൊടുക്കുന്നവരെ മറക്കില്ല എന്നത്. തീറ്റക്കൂറുള്ള ഒരാന, അതിനൊരു തെളിവാണ് ഇത്തിത്താനത്തെ ശിവൻ എന്ന സമിതിയംഗം. ശിവൻ കഴിഞ്ഞേ ഇവന് മറ്റാരുമുള്ളൂ. അത്രമാത്രം സ്നേഹമാണ് വിഷ്ണുവിന് ശിവേട്ടനോടുള്ളത്. ഇളങ്കാവ് ക്ഷേത്രത്തിലെത്തിയാൽ ഇവന് ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുപ്പത്തിലെ എത്തിയതുകൊണ്ട് എല്ലാം ഹൃദ്യസ്ഥമാണ്. മെയ് മുതൽ ആഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്നതാണ് വിഷ്ണു നാരായണന്റെ മതപ്പാട് കാലം. നീരുകാലത്ത് ചട്ടക്കാരെ 7 അയലക്കത്ത് പോലും അടുപ്പിക്കില്ലെങ്കിലും ശരി, ഭക്ഷണം കൊടുക്കുന്ന നാട്ടുകാരോട് ഇവൻ യാതൊരു പരിഭവവും കാണിക്കാറില്ല. ഈ ആനയോടുള്ള ആരാധകരുടെ ആ ഒരു ആനപ്രേമത്തെക്കുറിച്ച് അറിയാം. പറഞ്ഞോളൂ, എത്രമാത്രം നിങ്ങൾക്ക് ഇവൻ പ്രിയപ്പെട്ടവനാണ്? നമുക്കെല്ലാവർക്കും ഭയങ്കര പ്രിയമാണ് ആനോട്.
പ്രത്യേകിച്ച് നമ്മളൊരു ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് നമ്മളോട് അത്രയും സ്നേഹം അത് ശരിക്കും നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും. അത് നമ്മളടുത്തേക്ക് ചെല്ലുമ്പോൾ ആന നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു മിഠായി ഒരു പഴം എന്തുണ്ടെങ്കിലും ആന അത് ചോദിക്കുക തന്നെ ചെയ്യും നമ്മളോട്. നമുക്കത് കൊടുക്കാനും സന്തോഷമാണ്. അതിൻ്റെ സ്നേഹം ആന തിരിച്ച് നമ്മളെല്ലാവരോടും കാണിക്കുന്നുണ്ട്. അവസരം നാട്ടുകാരോട് പ്രകടിപ്പിക്കാറുണ്ട് അങ്ങനെ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. എന്തെങ്കിലും ഒരു കുറുമ്പ് കാണിക്കുന്ന ആനക്കരോടാണെന്നല്ല തന്നെ ആരാധകരോട് അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്ന ഒരാളോടും അത് തിരിച്ചൊരു ഇതും കാണിക്കാറില്ല. ആന എല്ലാവരോടും ഭയങ്കര സ്നേഹം തന്നെയാണ് ആനയ്ക്ക്. മത്സരപൂരങ്ങളിൽ മാത്രമല്ല, വെറുതെ നിൽക്കുമ്പോൾ പോലും തല ഉയർത്തി ആണത്തത്തോടെ തന്നെ നിൽക്കുമെന്നതാണ് ഈ ഗജവീരന്റെ മറ്റൊരു പ്രത്യേകത. ആദ്യകാലത്ത് അധികം ഉത്സവപ്പറമ്പുകൾക്കോ ആനപ്രേമികൾക്കോ വിഷ്ണു നാരായണൻ അത്ര സുപരിചിതനായിരുന്നില്ല. എന്നാൽ സേവാസമിതി ഭാരവാഹികളുടെയും പിന്നെ ഇവനെ സ്നേഹിക്കുന്ന ചുമതലക്കാരുടെയും ശ്രമഫലമായി ഇന്ന് തെക്കൻ കേരളത്തിന് പുറമെ മധ്യ കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിലും ഇത്തിത്താനം വിഷ്ണു നാരായണൻ കൂടുതൽ എഴുന്നള്ളിപ്പുകൾ ഏറ്റെടുത്ത് പൂരപ്രേമികൾക്കിടയിൽ പരിചിതനാകാനും തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം വിഷ്ണു തൻ്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ടും നിലവുകൊണ്ടും സൗന്ദര്യം കൊണ്ടുമെല്ലാം ഓരോ പൂരപ്രേമികളുടെയും ആനപ്രേമികളുടെയും മനസ്സ് കീഴടക്കാനും അവരുടെ ഇഷ്ടതാരമാകാനും തുടങ്ങിയിട്ടുണ്ട്. ഉത്സവ പറമ്പുകളിലെ വരും കാല രാജാവാകാൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഇത്തിത്താനം വിഷ്ണു നാരായണന്റെ വളർച്ചയ്ക്കും വിജയഗാഥകൾക്കുമായി ഇവന്റെ ആരാധകർ കണ്ണും നട്ടിരിക്കുമ്പോൾ ഈ ഗജവീരന് ആനപ്പെരുമാ സംഘവും എല്ലാവിധ ഭാവുകങ്ങളും വിജയാശംസകളും നേരുകയാണ്. ഈ ലുക്കിൽ തെച്ചിക്കോടനോട് ചെറിയൊരു സാമ്യമുണ്ട് ഇത്തിത്താനം വിഷ്ണുനാരായണന്. ദാ കണ്ടില്ലേ, ഇവനെങ്ങനെ തലയുയർത്തി നിന്നാൽ കർണൻ്റെ നിലവിനോട് അതും ഏറെ സാമ്യമുണ്ട്. യൗവനയുക്തനായ ഈ യുവ ഗജവീര കേസരി ഭാവിയിലെ ആനക്കേമനായി മാറട്ടെ എന്ന് ആനപ്പെരുമ സംഘവും ആശംസിക്കുകയാണ്. ഇതോടെ സൂര്യവുഡ് ആനപ്പെരുമയുടെ ഒരു അധ്യായത്തിന് തിരശ്ശീല വീഴുകയാണ്. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ മറ്റൊരു ഗജവീര ചരിതവുമായി. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.